നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ വലിയ വൈഡ് സ്ക്രീൻ തിയേറ്റർ സിനിമ കാണാൻ പോകുന്ന സമയത്ത് അതിന് നല്ല പടമായിരിക്കും, നല്ല സൂപ്പർ സിനിമയൊക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്ത് നമുക്ക് ആ സ്ക്രീനിനകത്ത് ഒരു ചെറിയ സുഷിരമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എത്രയും ഫോക്കസ് മാറി നമ്മൾ ആ സുഷിരത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അതേപോലെ പല കാര്യങ്ങളിലും നമ്മൾ അതിനകത്തുള്ള സന്തോഷങ്ങളല്ല കൂടുതലും നോക്കുന്നത്, അല്ലയോ? പറയുന്നതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ വലിയൊരു സ്ക്രീൻ കാണാം, തിയേറ്ററിൽ നല്ല സ്ക്രീൻ, നല്ല സൂപ്പർ സിനിമയൊക്കെ, നമ്മളെ കോൺസെൻട്രേഷൻ നല്ലതിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് കണ്ണെടുത്ത് ശരിക്കും കാണാൻ പറ്റാത്ത ഒരു ചെറിയൊരു സുഷിരമായിരിക്കും. അത് ബ്ലാക്ക് ഡോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിനകത്ത് ചെറിയൊരു പൊട്ടലോ വല്ലോ, ചെറിയ തുണി വലിച്ചു കിട്ടിയത് പൊട്ടലോ ആക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആ സിനിമയുടെ എത്ര നല്ല കഥയാണെങ്കിലും ചിലപ്പോൾ ഫോക്കസ് ചിലപ്പോൾ കുറ്റം പറയാൻ ഉണ്ടാവുന്നത് ആ ഒരു സുഷിരമായിരിക്കും. ആ തിയേറ്ററിനകത്ത് ആ ഒരു സുഷിരം ഉണ്ടായതുകൊണ്ട് ശരിക്കും ആ സുഷിരം കൊണ്ട് ആ പടത്തിനകത്ത് ഒരു ബാധ്യത അതിനകത്ത് വരുന്നതല്ല, അല്ലാതെ ബാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ സുഷിരം അതിനകത്ത് അവർക്ക് എന്താ റെഡിയാക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത്രയും നല്ല സ്ക്രീൻ, അത്രയും വൈഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള സ്ക്രീൻ, 90 mm അല്ല സ്ക്രീൻ. അപ്പോൾ ആ സ്ക്രീനിനകത്ത് ഒരു ഇഞ്ച് പോലും, ഒരു ഇഞ്ചിന്റെ 4 വിഭജിച്ച അത്രയും പോലും ഇല്ലാത്ത, സെന്റിമീറ്റർ പോലും ഇല്ലാത്ത രീതിയിലുള്ള ആ സുഷിരം നമ്മൾ കണ്ടിട്ട് അതിനെ നമ്മൾ കുറ്റം പറയുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം എല്ലാ നന്മയ്ക്കകത്തും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പം കണ്ടുപിടിക്കുന്ന നന്മയല്ല, അതിനകത്ത് ഏറ്റവും സുഷിരമായിട്ടുള്ള തിന്മകളെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് കൊള്ളരുതായ്മയുണ്ടോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്നത്.